ടുനെറ്റ് ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ജപ്പാന്റെ തെക്കൻ തീരങ്ങളിൽ 1 മീറ്ററിലധികം ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഭൂചലന സമയത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. തെക്കൻ ജപ്പാനിലെ ക്യുഷു ദ്വീപിലാണ് ഇന്ന് ശക്തമായ ഭൂചലനമുണ്ടായത്. ജപ്പാൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സമുദ്രോപരിതലത്തിൽ നിന്ന് 30 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം 6.9 ആയിരുന്നു തീവ്രത. ശക്തമായ ഭൂചലനം തെക്കുപടിഞ്ഞാറൻ ദ്വീപുകളായ ക്യൂഷു, ഷിക്കോഗു എന്നിവയെ വിറപ്പിച്ചു. നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂചലനം സുനാമിക്ക് കാരണമായതായും മിയാസാക്കി പ്രദേശങ്ങളിൽ ഇത് എത്തിച്ചേർന്നതായും ജപ്പാനീസ് മാധ്യമമായ NHK റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ദ്വീപുരാഷ്ട്രമാണ് ജപ്പാൻ. ശക്തമായ ഭൂചലനങ്ങളെ പോലും നേരിടാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതിനാൽ ആളപായവും നാശനഷ്ടങ്ങളും കുറവാണ്. ഒരു വർഷം 1500 ഭൂചലനങ്ങൾ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. 2011 മാർച്ചിലാണ് ജപ്പാൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. 9 ആയിരുന്നു തീവ്രത. അന്ന് വടക്കുകിഴക്കൻ തീരത്ത് ശക്തമായ സുനാമി ഉണ്ടാവുകയും 18,500 പേർ മരിക്കുകയും ചെയ്തിരുന്നു.